നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബ്ലീഡിംഗ് ഹാർട്ട് എന്ന പേരുള്ള സസ്യത്തിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ലാമിയേസിയ കുടുംബത്തിൽപ്പെടുന്ന ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം ക്ലിറോഡെൻഡ്രം തോംസോനി എന്നാണ്. ആഫ്രിക്കയാണ് ഈ സസ്യത്തിൻ്റെ ജന്മദേശം. ഏകദേശം 400-ൽ പരം ചെടികൾ ഈ ഇനത്തിലുണ്ട്. സാധാരണയായി ഒരു അലങ്കാര സസ്യമായാണ് ഇതിനെ കണ്ടുവരുന്നത്. ഇതിൻ്റെ 2 നിറത്തിലുള്ള ഭംഗിയേറിയ പുഷ്പങ്ങളാണ് അതിന് കാരണം. ഏകദേശം 4 മീറ്റർ വരെ നീളത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു വള്ളിച്ചെടിയാണിത്. ഇതൊരു നിത്യഹരിതമായിട്ടുള്ള സസ്യമാണ്. ഇളം തവിട്ട് നിറമാണ് ഈ ചെടിയുടെ തണ്ടിന്. ഇലകൾ സമുഖമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കടും പച്ച നിറമാണ് ഇലകളുടെ മുകൾ ഭാഗത്ത്. താഴ്ഭാഗത്ത് ഇളം പച്ച നിറമാണ്. ദീർഘവൃത്താകൃതിയിലുള്ള ഇലകളുടെ അഗ്രഭാഗം കൂർത്തിരിക്കുന്നു. ഇതിൻ്റെ ഇലഞ്ഞെട്ടിന് ഏകദേശം 1 മുതൽ 2 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട്. 5 മുതൽ 7 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഇലകൾ മിനുസമുള്ളതാണ്. ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ പൂക്കൾ കുലകളായി ശാഖാഗ്രത്തിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ പൂക്കളാണ് ഈ സസ്യത്തിൻ്റെ പ്രധാന ആകർഷണം. ഏകദേശം 8 മുതൽ 20 വരെ പുഷ്പങ്ങളാണ് കുലയിൽ കൂട്ടമായി കാണപ്പെടുന്നത്. പുഷ്പത്തിൻ്റെ പുറം ഭാഗത്ത് വെള്ള നിറത്തിൽ മിനുസമുള്ള 5 ഇതളുകളുണ്ട്. ഉൾഭാഗത്ത് 5 ഇതളുകളുള്ള ചുവന്ന നിറത്തിലുള്ള പുഷ്പമുണ്ട്. ഈ 2 വ്യത്യസ്ത വർണ്ണങ്ങളാണ് ഈ സസ്യത്തെ ആകർഷകമാക്കുന്നത്. ഏകദേശം 5 മുതൽ 6 വരെ കേസരങ്ങളും ഈ സസ്യത്തിലെ പുഷ്പത്തിൽ കാണപ്പെടുന്നു. ഗോളാകൃതിയിലാണ് ഈ സസ്യത്തിൻ്റെ ഫലം കാണപ്പെടുന്നത്. കറുപ്പ് നിറത്തിലുള്ള ഫലത്തിന് ഏകദേശം 2 സെൻറ്റിമീറ്ററോളം വലിപ്പമുണ്ടായിരിക്കും. ഈ പുഷ്പത്തിൻ്റെ രക്തവർണ്ണം സൂചിപ്പിക്കുന്നത് ഈ സസ്യത്തിൻ്റെ രക്തശുദ്ധീകരണമായിട്ടുള്ള ഗുണത്തിനെയാണ്. കൂടുതലായിട്ടുള്ള ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ബ്ലീഡിംഗ് ഹാർട്ട്, അതായത് ബ്ലീഡ് ചെയ്യുന്ന ഹൃദയം അതിൻ്റെ ഒരു പൂവിൻ്റെ ആ ഒടിയിലെ ആ ഒരു തരി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഹാർട്ടിൻ്റെ ആകൃതിയാണ്. എന്നാൽ രക്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹാർട്ടിൻ്റെ അതേ രൂപമാണതിന്. അപ്പോൾ ഈ അടയാളപ്രഭാവ സിദ്ധാന്തപ്രകാരമാണ് ഇതിൻ്റെയൊക്കെ ഈ ഉപയോഗം നമ്മൾ പഠിക്കുക. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഇത് ആ ചുവന്ന ആ നിറത്തിൽ വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ ചുവന്ന നിറത്തിലുള്ള ഹാർട്ടിൻ്റെ ആകൃതിയിൽ ആ സാധനം ഒരു 3-4 നിറത്തിൽ തേനിൽ ചാച്ചി കഴിച്ച് കഴിഞ്ഞാൽ ഈ ഹൃദ്രോഗത്തിന് വളരെ ഗുണമുണ്ടാകും. അതുപോലെ തന്നെ അത് തന്നെ ഈ പാൽക്കഷായമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കിതപ്പ് നടക്കുമ്പോഴത്തെ ഹാർട്ട് രോഗികൾക്ക് നടക്കുമ്പോൾ കിതപ്പുണ്ടെങ്കിൽ അത് മാറും. പിന്നെ ആ പൂവ് സമൂലം എടുത്തിട്ട് വെണ്ണയിൽ ചാലിച്ച് അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഈ രക്തം കുറയുന്ന ആൾക്കാർക്ക് രക്തം ഉണ്ടാവാനും നല്ലതാണ്. അതുപോലെ ഈ രക്തപിത്തം എന്ന രോഗമുണ്ട്. അതായത് ഈ ശരീരത്തിൻ്റെ ഈ ഉള്ളിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പോവുക, പ്രത്യേകിച്ച് മൂക്കിൽ നിന്ന് ബ്ലഡ് പോവും, അതുപോലെ ഈ മലത്തു കൂടെ ബ്ലഡ് പോവും, യോനി കൂടെ അധികം ബ്ലഡ് പോവുക, ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ഇതിൻ്റെ ഈ പൂവ് സമൂലം വെണ്ണയിലരച്ച് ലേശം കൽക്കണ്ണവും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ രക്തം പോക്ക് പെട്ടെന്ന് നിൽക്കും.